നമസ്കാരം, ഞാൻ വിശാഖ്. ഇന്ത്യൻ ഭരണഘടനാ പ്രവർത്തനത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന ഭാഗത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന അധ്യായമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഭരണഘടന? നമുക്ക് ഭരണഘടനയ്ക്ക് ഏറ്റവും ചെറിയ ഒരു ഡെഫിനിഷൻ പറയാം. ഒരു രാജ്യത്തിൻ്റെ മൗലികമായ ഒരു കൂട്ടം നിയമങ്ങളാണ് ഭരണഘടന എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ട് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു എന്നെല്ലാമാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന ഇത്രയും പ്രൗഢിയോടെ എന്നുമെന്നും നിലനിൽക്കുന്നത് ആ ഭരണഘടനാ നിർമ്മാണ വേളയിൽ നമ്മുടെ ജനപ്രിയരായ നേതാക്കൾ ആ ഭരണഘടന നിർമ്മാണത്തിന് വേണ്ടി നിരവധി പരിശ്രമങ്ങൾ നടത്തി വിജയകരമായ ഒരു ഭരണഘടന രൂപീകരിച്ചു. നമുക്ക് ഭരണഘടന എങ്ങനെ രൂപീകരിച്ചു എന്നത് നമ്മുടെ ഓരോ കൂട്ടുകാരിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് അത് വ്യക്തമാണ്. ഞാൻ ഇവിടെ പറയുന്നത് ഭരണഘടനയുടെ ധർമ്മങ്ങളെക്കുറിച്ചാണ്. ഭരണഘടന പ്രധാനമായും നിർവഹിക്കേണ്ടത് 5 ധർമ്മങ്ങളാണ്. 1. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ ചെറിയ തോതിലെങ്കിലും ഏകോപനം ഉണ്ടാക്കുന്ന അടിസ്ഥാന നിയമാവലി പ്രദാനം ചെയ്യുക എന്നതാണ് ഭരണഘടനയുടെ 1ാമത്തെ ധർമ്മം. ഒരു സമൂഹത്തിലെ അംഗങ്ങൾക്കിടയിൽ നിരവധി കാര്യങ്ങളിൽ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ ഭാഷ, ജാതി, മതം, ജോലി എന്നിങ്ങനെ അവർ നിരവധി കാര്യങ്ങളിൽ വ്യത്യസ്തരായിരിക്കും. ചിലർ ധനികരായിരിക്കും, ചിലർ ദരിദ്രരായിരിക്കും. എന്നാലും അവർ ഈ വൈവിധ്യങ്ങൾക്കിടയിലും പരസ്പര ആശ്രയത്വത്തോടെയും ഐക്യത്തോടെയും ഒരുമിച്ച് ജീവിക്കുന്നു. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ എല്ലാവർക്കും അനുസരിക്കാവുന്ന ചില അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടായിരിക്കണം. സമൂഹത്തിൽ ചുരുങ്ങിയ തോതിലെങ്കിലും ഏകോപനം സാധ്യമാക്കുന്ന വിധത്തിലും എല്ലാവർക്കും ബാധകമാകുന്ന വിധത്തിലും എല്ലാവരും അറിയുന്ന വിധത്തിലും ചില നിയമങ്ങൾ ആവശ്യമാണ്. ഇത് നിറഞ്ഞ രാജ്യത്ത് ഇത് ഭരണഘടനയുടെ ചുമതലയാണ്. ഈ നിയമങ്ങൾ അനുസരിക്കാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഭരണഘടനയുടെ 2ാമത്തെ ധർമ്മമാണ് തീരുമാനമെടുക്കാനുള്ള അധികാര നിർണയം. ഒരു സമൂഹത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുകയാണ് ഭരണഘടനയുടെ 2ാമത്തെ ധർമ്മം. ഗവൺമെന്റിന്റെ രൂപീകരണം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നതും ഭരണഘടനയാണ്. സമൂഹത്തിൽ അടിസ്ഥാനപരമായ അധികാരങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്, ആരിലാണ് എന്നെല്ലാം ഭരണഘടന വ്യക്തമാക്കുന്നു. ഉദാഹരണമായി രാജഭരണത്തിലാണെങ്കിൽ രാജാവിനാണ് അധികാരം. എന്നാൽ ജനാധിപത്യത്തിൽ ഭരണഘടനാ പ്രകാരം ജനങ്ങൾക്കാണ് അധികാരം. പാർലമെന്റാണ് ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത്. ഭരണഘടനയുടെ 3ാമത്തെ ഫംഗ്ഷനാണ് ലിമിറ്റേഷൻസ് ഓഫ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് മേൽ പരിധി നിശ്ചയിക്കുക. The Constitution set limits on what government can impose on its citizens. പൗരന്മാർക്ക് മേൽ ഗവൺമെന്റിന് ചില പരിധികളുണ്ട്. These limits are fundamental in the sense that government may never trespass them. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് മേൽ കൈകടത്താനുള്ള അവകാശം ഗവൺമെന്റിന് ഇല്ല. The Constitution gives a right against arbitrary arrest and detention. ഒരാളെ കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യാനോ അയാളെ വീട്ടുതടങ്കലിൽ വെക്കാനോ ഉള്ള അവകാശം ഗവൺമെന്റിന് ഇല്ല. ഭരണഘടനയുടെ 4ാമത്തെ ഫംഗ്ഷനാണ് ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിലെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുക. The Constitution enables the government to achieve the aspirations and goals of the society. സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കുന്നത് ഭരണഘടനയുടെ അധികാരമാണ്. സമൂഹത്തിൽ വിവിധ തരം ആളുകൾ ഉണ്ട്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോട്ട് നിൽക്കുന്നവരും വളരെ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. ഇതെല്ലാം മാറ്റി നിർത്തി സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകളുടെയും ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ ഭരണഘടനയ്ക്ക് കഴിയണം. ഇത് ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഭരണഘടനയുടെ 5ാമത്തെ ഫംഗ്ഷനാണ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. ജനങ്ങൾക്ക് മൗലിക വ്യക്തിത്വം പ്രദാനം ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ടു ദ പീപ്പിൾ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ജനങ്ങൾക്ക് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി നൽകുന്നത്. ഒരു രാജ്യത്ത് വ്യത്യസ്ത തരം ആളുകളുണ്ടാവാം. അവരുടെ ഭാഷ വ്യത്യസ്തമായിരിക്കാം. ജാതി, മതം, ആചാരമനുഷ്ഠാനം എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കാം. എന്നിരുന്നാലും അവരെല്ലാവരും ആ രാജ്യത്തെ പൗരന്മാരാണ്. ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരും വ്യത്യസ്ത മതത്തിൽ ഉൾപ്പെട്ടവരുമായ ഒരു വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ്.
എന്നിരുന്നാലും അവർക്കെല്ലാം ഇന്ത്യൻ പൗരന്മാർ എന്ന വ്യക്തിത്വം നൽകുന്നത് ഭരണഘടനയുടെ കടമയാണ്. എൻ്റെ പേര് കാവ്യ. ഞാൻ 5th ഗ്രൂപ്പിലെ അംഗമാണ്. ഞാൻ ഭരണഘടനയുടെ ആധികാരികതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭരണഘടനയ്ക്ക് സമൂഹം നൽകുന്ന സ്വീകാര്യതയാണ് ആധികാരികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആധികാരികത നൽകുന്ന ഘടകങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രഖ്യാപന രീതി. പട്ടാള മേധാവികളോ ജനപിന്തുണ ഇല്ലാത്ത നേതാക്കന്മാരോ തയ്യാറാക്കുന്ന ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിക്കുന്നില്ല. പൊതുസമ്മതവും ആദരണീയരായ നേതാക്കളടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അതിനാൽ ഇന്ത്യൻ ജനത ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുകയും അതിലെ വ്യവസ്ഥകൾ അനുസരിക്കുകയും ചെയ്യുന്നു. 1946 1949 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ചില രാജ്യങ്ങളിൽ ജനഹിത പരിശോധനയ്ക്ക് ശേഷമാണ് ഭരണഘടന നടപ്പിലാക്കിയത്. ഇന്ത്യൻ ഭരണഘടന ഇങ്ങനെ യാതൊരു പരിശോധനയ്ക്കും വിധേയമാക്കാതെ തന്നെ ജനങ്ങൾ അംഗീകരിച്ചു. ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ. ഭരണഘടന ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ സമൂഹത്തിലെ എല്ലാവർക്കും അത് സ്വീകാര്യമായിരിക്കണം. ഭരണഘടനയിലെ വ്യവസ്ഥകൾ പൗരന്മാരുടെ സ്വാതന്ത്ര്യ സമത്വം ഉറപ്പുവരുത്തുന്ന പക്ഷാഭേദരഹിതമായ ഭരണഘടനയ്ക്ക് മാത്രമേ സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ. അടുത്തതായി നാം പറയാൻ പോകുന്നത് സന്തുലിതമായ സ്ഥാപന രൂപരേഖയെക്കുറിച്ചാണ്. പല രാജ്യത്തിൻ്റെ ഭരണഘടനകളും അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഇത്തരം അട്ടിമറികൾക്ക് കാരണം സ്വന്തം അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ ഭരണഘടന നിർമ്മിച്ചതുകൊണ്ടാണ്. മികച്ച രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഭരണഘടനകൾ ഈ അട്ടിമറി സാധ്യതകളെ ഇല്ലാതെയാക്കുന്നു. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ 2 സവിശേഷതകൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനുള്ള സാധ്യതയും പരിധിയും ഒരു സന്തുലിതാവസ്ഥയിലൂടെ കൊണ്ടുപോകുന്നു. ഇതിലൂടെ എല്ലാവരും ആരാധിക്കുന്ന ഒരു പ്രമാണമായി ഇന്ത്യൻ ഭരണഘടന മാറുകയും ചെയ്തു. ഒരു ഭരണഘടന നിലനിൽക്കണമെങ്കിൽ പ്രധാനമായും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. അധികാര കേന്ദ്രീകരണം തടയണം. 2. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കണം. നമുക്ക് നമ്മുടെ ഭരണഘടനയുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അധികാര കേന്ദ്രീകരണം തടയണം. അധികാരം ഒരു സ്ഥാപനത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ വിവിധ സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരിക്കുക. ഇന്ത്യൻ ഭരണഘടന ഈ അധികാരങ്ങളെ പ്രധാനമായും 4 സ്ഥാപനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. 1. നിയമനിർമ്മാണ സഭ, 2. എക്സിക്യൂട്ടീവ്, 3. ജുഡീഷ്യറി, 4. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിങ്ങനെ. ഇതിലൂടെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ മറ്റു സ്ഥാപനങ്ങൾ ആ അട്ടിമറി സാധ്യതയെ ഇല്ലാതാക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളിക്കണം. ഒരു ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുമ്പോൾ, കാരണം ചില ഭരണഘടനകൾ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ഭരണഘടനകൾ കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കാതെ കർക്കശമാക്കുന്നു. ഇങ്ങനെയുള്ള ഭരണഘടനകൾ നിലനിൽക്കാൻ പ്രയാസമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഈയിടെ 370 വകുപ്പ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ഇതുപോലെയുള്ള കാലോചിതമായ മാറ്റങ്ങൾ ഭരണഘടനയിൽ വരുത്തുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സന്തുലിതമായ സ്ഥാപന രൂപരേഖ അവസാനിപ്പിക്കുന്നു. ഇനി നാം അടുത്തതായി പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത് ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ്. 1946 ക്യാബിനറ്റ് മിഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ 1935 ഇന്ത്യ ഗവൺമെന്റ് നിയമപ്രകാരം നിയമസഭകൾ സ്ഥാപിച്ചു. ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യങ്ങൾക്കും അവരുടെ ജനസംഖ്യ അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്.
10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്ന നിലയിലായിരുന്നു ആ ക്രമീകരണം. ഇതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് 292 അംഗങ്ങളെയും നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 സീറ്റുകളും ഉണ്ടായിരുന്നു. ഈ 3 പ്രവിശ്യകളിൽ നിന്നും മുസ്ലിങ്ങൾ, സിഖുകാർ, പൊതുവിഭാഗം എന്നിങ്ങനെ ഈ 3 വിഭാഗത്തിനും സീറ്റുകൾ ഉണ്ടായിരുന്നു. പ്രവിശ്യ നിയമസഭയിലെ ഓരോ സാമുദായിക അംഗങ്ങളും അവരുടെ പ്രതിനിധിയായിരുന്നു. ഇവരെ തിരഞ്ഞെടുത്തത് വോട്ടിലൂടെയായിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളിൽ കൂടിയാലോചനകളിലൂടെയാണ് പ്രതിനിധികളെ തിരഞ്ഞെടുത്തത്. ഇവയാണ് ഭരണഘടനാ നിർമ്മാണത്തിന്റെ ഒരു പൊതുചിത്രം. ഞാൻ 5th ഗ്രൂപ്പിലെ അംഗമാണ്. എൻ്റെ പേര് ശ്രീരുദ്ര. ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണത്തെക്കുറിച്ചാണ്. ഭരണഘടന നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. 1946 ക്യാബിനറ്റ് മിഷനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആധികാരികത അതിൻ്റെ പ്രാതിനിധ്യത്തിൽ മാത്രമല്ല, അതിൻ്റെ സ്വഭാവത്തിൽ നിന്നും മാത്രമല്ല ഉത്ഭവിക്കുന്നത്. അതിനായിട്ട് സഭയ്ക്ക് അധികാരമേകുന്ന 2 വസ്തുക്കളുണ്ട്. ഒന്ന് വിചിന്തന തത്വവും രണ്ടാമത്തേത് നടപടിക്രമങ്ങളുമാണ്. വിചിന്തന തത്വം അവരുടെ സഭയിലെ പര്യലോചനകളിലൂടെ അവതരിപ്പിക്കുകയും ഉയർത്തിപ്പിടുകയും ചെയ്ത മൂല്യങ്ങളാണ് അധികാരികതയ്ക്ക് തെളിവ്. വിശദവും സമ്പൂർണവുമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോ അനുച്ഛേദവും ചർച്ചകൾക്കും വിശദമായി നടപടിക്രമങ്ങൾ ഭരണഘടന നിർമ്മിക്കുന്നതിന് സ്വീകരിച്ച നടപടിക്രമങ്ങളും അധികാരികതയ്ക്ക് തെളിവാണ്. സമിതിയുടെ സുഗമമായ നടത്തിപ്പിനായി 8 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒന്ന് റൂൾസ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അഡ്വൈസറി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, യൂണിയൻ സബ്ജക്റ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവ. നെഹ്റു, അംബേദ്കർ, മൗലാന ആസാദ് എന്നിവരായിരുന്നു ഈ കമ്മിറ്റിയിൽ അധ്യക്ഷരായി പ്രവർത്തിച്ചിരുന്നത്. ഈ നേതാക്കന്മാർക്കിടയിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അംബേദ്കർ കോൺഗ്രസിൻ്റെയും ഗാന്ധിയുടെയും കടുത്ത വിമർശകനായിരുന്നു. പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി അവർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അതുപോലെ പട്ടേലും നെഹ്റുവും തമ്മിൽ പല പ്രശ്നങ്ങളും യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാലും അവരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം. Even though the constitution was drawn up by the Constituent Assembly, the background for the constitution was created by the principles of India's freedom movement. കോൺസ്റ്റിറ്റ്യൂഷന് രൂപം നൽകിയത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ഭരണഘടനയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇന്ത്യസ് ഫ്രീഡം മൂവ്മെന്റിന്റെ തത്വങ്ങളാണ്. The nationalist movement had debated for many years issues such as the form of government, India should adopt the value it should uphold, etc. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭരണഘടനയുടെ നിർമ്മാണത്തിലെ പ്രസക്തമായ ചോദ്യങ്ങൾ ദേശീയ പ്രസ്ഥാനം ഉൾക്കൊണ്ട് വിശദമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. The nationalist movement brought many glorious principles to the Constituent Assembly. അടുത്തത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഭരണഘടന ഉൾക്കൊണ്ട ഏറ്റവും മികച്ച തത്വമാണ് ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. December 13, 1946, Jawaharlal Nehru introduced the Objective Resolution in the Constituent Assembly. അതായത് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. The resolution was adopted by the Constituent Assembly, became the basis of Indian political system and guided the constitution making process. ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച ഈ പ്രമേയം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടിസ്ഥാനമായി മാറുകയും ഭരണഘടനാ നിർമ്മാണത്തെ അംഗീകരിക്കുകയും ചെയ്തു. അടുത്തത് മെയിൻ പോയിന്റ്സ് ഓഫ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ റിപ്പബ്ലിക്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. ഇന്ത്യ ഷാൾ ബി എ യൂണിയൻ ഓഫ് എ സ്റ്റേറ്റ്. ഇന്ത്യ സംസ്ഥാനങ്ങൾ അടങ്ങിയ ഒരു യൂണിയൻ ആയിരിക്കും. All the powers of the independent India flow from the people.
ഇന്ത്യയുടെ എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതായിരിക്കും. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് വിൽ ബി guaranteed ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പു നൽകും. The minorities, backward classes, tribal peoples and other disadvantaged peoples shall be provided adequate safeguards. ന്യൂനപക്ഷങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പിന്നാക്കക്കാർ, ഗോത്രവർഗക്കാർ, മറ്റ് നിരാലംബരായവർ എന്നിവർക്ക് മതിയായ സുരക്ഷ ഏർപ്പെടുത്തും. The territorial integrity of the republic and the sovereign on land, sea and air shall be maintained in accordance to the justice and the law of civilized nations. പരിഷ്കൃത രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമത്തിനും അനുസൃതമായ പ്രദേശത്തിന്റെ സമഗ്രത നിലനിർത്തും. The land would make full and willing contribution to the promotion of world peace. ലോക സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യം പൂർണ്ണമായും സന്നദ്ധവുമായും സംഭാവന നൽകും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപിക. ഞാൻ പറയാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിലെ ആദ്യ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ചാപ്റ്ററിലെ അവസാന ഭാഗം. സ്ഥാപനപരമായ സവിശേഷത. ഒരു ഭരണഘടനയുടെ ക്ഷമതയും വിജയവും ഉറപ്പുവരുത്തുന്നതിന് ഗവൺമെൻറ് സ്ഥാപനങ്ങളെ സന്തുലിതമായ രീതിയിൽ ക്രമീകരിക്കണം. ഗവൺമെൻറ് സ്ഥാപനങ്ങളെ സന്തുലിതമായ രീതിയിൽ ക്രമീകരിക്കുന്നത് അധികാരവും പ്രവർത്തന പരിധിയും കൃത്യമായി നിർണയിച്ചിട്ടാണ്. ഗവൺമെൻറ്റിന് ജനാധിപത്യത്തോടും ജനക്ഷേമത്തോടും പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്നത് ഇതിൻ്റെ അടിസ്ഥാന തത്വമാണ്. വികേന്ദ്രീകരണം, അധികാര വിഭജനം, ഭരണ സംവിധാനം എന്നിവയ്ക്ക് വേണ്ടി ഭരണഘടന വിവിധ സ്ഥാപനങ്ങൾക്കും വ്യവസ്ഥകൾക്കും രൂപം നൽകി. 1. നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നീ സ്ഥാപനങ്ങൾക്കിടയിൽ കൃത്യമായി അധികാര വിഭജനം നടത്തിക്കൊണ്ട് സഭ സന്തുലിതാവസ്ഥ സ്ഥാപിച്ചു. 2. ഭരണ സംവിധാനത്തിനായി ഒരു ഫെഡറൽ സംവിധാനത്തിനും ഒരു പാർലമെന്ററി ഭരണരീതിക്കും സഭ രൂപം നൽകി. 3. വികേന്ദ്രീകരണത്തിനു വേണ്ടി നിയമനിർമ്മാണ സഭയ്ക്കും എക്സിക്യൂട്ടീവിനുമിടയിലും കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കിടയിലും അധികാരങ്ങൾ പങ്കുവച്ചു. രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ. ബ്രിട്ടീഷ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ, നിയമവാഴ്ച, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, സ്പീക്കർ എന്ന സ്ഥാപനവും അദ്ദേഹത്തിന്റെ ചുമതലകളും, പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഐറിഷ് ഭരണഘടന, രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ. കനേഡിയൻ ഭരണഘടന, ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെന്റ്, അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. അമേരിക്കൻ ഭരണഘടന, മൗലികാവകാശങ്ങൾ, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ജുഡീഷ്യറിയുടെ പുനരവലോകനം. ആമുഖം. ഫ്രഞ്ച് ഭരണഘടന, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്. പിന്നെ ജർമ്മനിയിൽ നിന്നിട്ട് നമ്മൾ കടം കൊണ്ടിട്ടുള്ള ആശയം അടിയന്തരാവസ്ഥയാണ്. പിന്നെ ഓസ്ട്രേലിയ കൺകറന്റ് ലിസ്റ്റ്, ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതി. പിന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മിതി ഒറ്റനോട്ടത്തിൽ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് 1945 മാർച്ചിലാണ്. 1946 ജൂലൈയിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനാക്കിക്കൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചേർന്നു. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനയുടെ സ്ഥിര അധ്യക്ഷനാക്കി. 1947 ഓഗസ്റ്റിൽ ഭരണഘടനാ കരട് നിർമ്മാണത്തിനായി ഡോക്ടർ BR അംബേദ്കറിനെ ചെയർമാനാക്കി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. 1948 1948 നവംബർ 26 സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1950 ജനുവരി 26 ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. എൻ്റെ വീട് റോഡാണ്. ഞാൻ പച്ചമന് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നു. പൊളിറ്റിക്കൽ സയൻസിലെ 1ാം ചാപ്റ്ററായ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന പാഠഭാഗത്തിലെ ഒരു ചെറിയ വീഡിയോ പ്രസൻറ്റേഷനാണ് ഞങ്ങൾ ഇന്നിവിടെ കാഴ്ചവെച്ചത്.
ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ നിന്നും പ്രധാനമായി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൗ വാസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് എന്നിവയും മറ്റും ഞങ്ങൾ ചർച്ച ചെയ്തു. അതോടൊപ്പം ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ നിന്നും പ്രൊവിഷൻ ബോറോവ്ഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് എന്നതും ചർച്ച ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ലളിതമായ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ പാഠഭാഗത്തിൽ നിന്നും വരാവുന്ന ഏതാനും ചില ചോദ്യങ്ങൾ കൂടി ഞങ്ങൾ ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കുന്നു.